ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്ന് കൊറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ചക്ക വറുത്തത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. നമുക്കതുകൊണ്ട് ഇതിനെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടി അമർത്തുക. ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതിലേക്ക് പച്ച ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വരിക്കച്ചക്കയോ കോഴിച്ചക്കയോ ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ചുളയുള്ള ഇതുപോലെ നല്ല പച്ച ചക്ക വേണം ചക്ക വറുത്തത് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറേ അധികം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചകിണിയും കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ചക്കയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കനം കുറച്ച് ഇതേപോലെ നീളത്തിലാണ് ചക്ക അരിഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഒരെണ്ണം അരിയുന്നത് കാണിച്ചു തരാം. ഇതേപോലെ ഓരോ ചക്കയായിട്ട് എടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ കുറച്ച് കട്ടിയുള്ള സ്പോഞ്ച് പോലുള്ള ഭാഗം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് മാറ്റുക. മറുവശത്തും കണ്ടില്ലേ, കുറച്ച് ഒരു നിറവ്യത്യാസം കറുപ്പ് കളറിലുള്ള കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റിയ ശേഷം നടുഭാഗം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പം മതിയാകും. ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് ഇത് മുഴുവനും നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്ത് വെക്കണം. ചക്ക അരിയുന്നത് മുഴുവനും ഏകദേശം ഒരേ ഒരു സൈസിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതിൻ്റെ മൂപ്പിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിനി ഇതിനെ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തളിക്കാനുള്ള ഉപ്പുനീര് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണമെങ്കിലും ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കയ്ക്ക് ഒരു മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുനീര് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിരിക്കാം. ഞാനൊരു ചൂട് കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്കിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം, എന്നാലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വറുത്തത് ഞാനിപ്പോൾ ഒരു 3 ഹാൻഡ്ഫുള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ വറക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കുറച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇതിനെ ഇതേപോലെ ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം ചക്കയിൽ കുറച്ചൊരു വെള്ളമയം ഉള്ളതുകൊണ്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ആക്കുമ്പോൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ശബ്ദം കേൾക്കണം. അതിന് ശേഷം വേണം ഉപ്പുനീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പുനീര് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഉപ്പുനീര് ചേർക്കുമ്പോൾ തിളച്ച എണ്ണയിലേക്കാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് അകന്ന് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ലോ ഹീറ്റിലേക്ക് മാറ്റിയിടാനും മറക്കരുത്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചക്ക വറുത്തതിന് നല്ല ആ ഒരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്ക വറുത്തതിന് മഞ്ഞ കളറ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഉപ്പുനീര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ ആ ഉപ്പുനീരെല്ലാം വലിഞ്ഞതിന് ശേഷം ആ പൊട്ടൽ നിന്നതിന് ശേഷം നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ചക്ക വറുത്തത് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാലൻസ് എണ്ണയിലോട്ട് കുറേശ്ശെയായിട്ട് വീണ്ടും ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റായിട്ട് എണ്ണ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം ഇതിനെ ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. വീണ്ടും ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ വറുത്ത് കോരിയ ചക്ക വറുത്തത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഒട്ടും നനവില്ലാത്ത എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിക്കാം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചക്ക വറക്കുമ്പോൾ ഈ എണ്ണയിൽ കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുകയാണ്.
മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പുനീര് മുഴുവനും ഒന്ന് പൊട്ടി തീർന്നതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പൊക്കെ വറുക്കുമ്പോഴേക്കും ഇതിലേക്ക് ഒട്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പം എപ്പോഴും അത് നോക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനും ചക്കയും വറുത്തെടുക്കാം. നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇതിനെ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, ഒട്ടും മൂത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ബെറ്ററായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫീഡ്ബാക്ക്സ് മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.